വാർത്തയിലാണ്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം. സ്വർണ്ണ വജ്ര ആഭരണങ്ങളും പണവും മോഷണം പോയി. കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ, എപ്പോഴായിരുന്നു മോഷണം? ഇവരൊന്നും വീട്ടിലുണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? സുജയ, ഇന്ന് പുലർച്ചെയാണ് മോഷണമുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലാണ്. ഈ വീട്ടിലാണ് ഇന്ന് പുലർച്ചെയോടെ മോഷണം ഉണ്ടായത്. വീട്ടുകാർ, സംവിധായകൻ ജോഷി അടക്കം വീട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 8 പേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. സെർവൻസ് അടക്കം 8 പേർ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ വീടിന്റെ പിറകുവശം വഴിയാണ് ഈ മോഷ്ടാവ് അകത്തേക്ക് കയറിയത് എന്നാണ് ഒരു പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതായത് ഈ വീടിന്റെ പിറകുവശത്ത് ഈ അടുക്കള വാതിൽ, ജനാലയും ഒക്കെ തന്നെ അതുവഴിയാണ് അകത്തേക്ക് കയറിയത് എന്നൊരു പ്രാഥമിക വിവരമാണ് എന്തായാലും പോലീസ് നൽകുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് വിശദമായി തന്നെ മൊഴിയെടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഈ വീടിനുള്ളിൽ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർണ്ണാഭരണങ്ങളുണ്ട്, വജ്രാഭരണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പണവുമുണ്ട്. ഏതാണ്ട് 1 കോടിയോളം വില വരുന്ന ആഭരണങ്ങളും മറ്റുമാണ് നഷ്ടപ്പെട്ടത് എന്നൊരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അദ്ദേഹം സംവിധായകൻ നമ്മളോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു. ഈ വീട്ടിന്റെ എല്ലാ ഭാഗത്തും തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ CCTV ഒക്കെ തന്നെ കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ, ഈ മോഷണം പോയ വിവരം എപ്പോഴാണ് ജോഷി അറിഞ്ഞത്? ഇന്ന് പുലർച്ചെയോടാണ്. അതായത് നമ്മൾ സംവിധായകനോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അകത്താണ്. അല്പസമയത്തിനകം തന്നെ പുറത്തു വന്ന കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ എഴുന്നേറ്റ ശേഷമാണ് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഷെൽഫിൽ വെച്ച ആഭരണങ്ങളും അതോടൊപ്പം പണവും ഒക്കെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. ഈ മോഷ്ടാവ് ഇത്രയും ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വീട് അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. ഇന്നലെ രാത്രിയും സംവിധായകൻ ജോഷിയും മറ്റ് അടുത്ത കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വേലക്കാരുണ്ടായിരുന്നു, ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ പിറകുവശത്തെ ജനൽ അതോടൊപ്പം തന്നെ വാതിലൊക്കെ തന്നെ തുറന്ന് അതുവഴിയാണ് മോഷ്ടാവ് അകത്തേക്ക് കയറിയത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിശദമായി തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, വിവരങ്ങൾ ശേഖരിക്കുക. എങ്ങനെയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്? വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ജോലിക്കാരുടെയോ ആരുടെയെങ്കിലും സഹായം കിട്ടിയാണോ, അതോ നേരത്തെ തന്നെ ഇവിടെ എത്തി പരിചിതമാക്കി വെച്ചതിന് ശേഷം മോഷണം നടന്നതാണോ? സ്ഥിരം മോഷ്ടാക്കളാണോ ഇതിന് പിന്നിൽ? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പനമ്പള്ളി നഗറിലാണ് സംവിധായകൻ ജോഷിയുടെ വീട്. അവിടെയാണ് മോഷണം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമ്മളുടെ അടുത്തേക്ക് വീണ്ടും എത്തും.